സത്യമാണ്, നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രപഞ്ചത്തിന്റെ നന്നേ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോയുണ്ട്. പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലത്തെ ഒരു ഫോട്ടോ അല്ല എന്ന് മാത്രം. ഈ ബേബി പിക്ചറിനെ ശാസ്ത്രലോകം വിളിക്കുന്നത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് അഥവാ CMB എന്നാണ്. ബിഗ് ബാങ് എന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പൊട്ടിത്തെറിക്ക് ശേഷം പ്രപഞ്ചം അതികഠിനമായ ചൂടിൽ തിളച്ചു മറിയുന്ന അവസ്ഥയിലായിരുന്നു. അതിനകത്തു നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചിരുന്ന പ്രകാശം പോലും ഈ അവസ്ഥയിലുള്ള ചാർജുകളുള്ള കണികകളിൽ തട്ടി ചിതറിത്തെറിക്കുകയായിരുന്നു. ഏതാണ്ട് 3,80,000 വർഷങ്ങൾക്ക് ശേഷം ചൂട് കുറയുകയും വികസിക്കുവാൻ ആരംഭിക്കുകയും ചെയ്ത പ്രപഞ്ചത്തിൽ നിന്നും ആദ്യമായി പുറത്തു വന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് CMB. 14 ബില്യൺ വർഷങ്ങളായി പ്രപഞ്ചത്തിൽ ഉടനീളം സഞ്ചരിക്കുന്ന ഈ തരംഗങ്ങളെ നമുക്ക് ഇന്ന് കാണുവാൻ കഴിഞ്ഞു. 1965 തങ്ങളുടെ റേഡിയോ ആന്റിനയിൽ അർണോ പെൻസിയാസ്, റോബർട്ട് വിൽസൺ എന്നിവർ അവിചാരിതമായി കണ്ട തുടർച്ചയായ മങ്ങിയ ഒരു തിളക്കമാണ് CMBയുടെ കണ്ടെത്തലിന് തുടക്കമായത്. പൂർണ്ണമായും ഒരേ രീതിയിലുള്ള തരംഗമാണെങ്കിലും വളരെ നേരിയ ഏറ്റക്കുറച്ചിലുകൾ വിരൽ ചൂണ്ടുന്നത് ഗാലക്സികളുടെയും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ജനനത്തിന് കാരണമായ താപനില വ്യതിയാനങ്ങളിലേക്കാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ CMB വിരൽ ചൂണ്ടുന്നത് പ്രപഞ്ചത്തിന്റെ നന്നേ ചെറുപ്പത്തിലേക്കാണ്.